ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. റോസ്ബറ സ്വീറ്റ് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. റോസ്ബറ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്യ് ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. റവയിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാലും റവയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. റോസ്ബറ സ്വീറ്റിന് ആവശ്യമായ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് വാട്ടറാണ്. വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. റോസ്ബറ സ്വീറ്റിന് ആവശ്യമായ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മാവ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. റോസ്ബറയുടെ ഡോ എല്ലാം നമ്മൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റോസ്ബറ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റോസ്ബറ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നെങ്കിൽ മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്വീറ്റിലേക്ക് ഈ ഷുഗർ സിറപ്പ് കയറാനായിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ റോസ്ബറ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.